ലോകചരിത്രത്തിൽ നാം അഭിമാനത്തോട് അവകാശപ്പെട്ട വയനാട്ടിലെ ചൂരൽമല എന്ന പ്രദേശത്തുണ്ടായ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യനെ പുനർനിർമ്മിക്കാൻ ലോകമലയാളം അതിന് ചെയ്യാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ഘട്ടം. 2-3 ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങൾ തെറ്റായി പ്രസിദ്ധീകരിക്കുകയും പ്രസിദ്ധീകരണത്തിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞ് തെറ്റിപ്പോയി എന്ന് സ്വയം പറയുകയും ചെയ്ത അപമാനത്തിൽ നിന്ന് ഈ മലയാള കരയെ കൂടി തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഇന്ന് കേരളത്തിനുണ്ട്. ദുരന്തം നടക്കുന്ന കാലത്ത് ഓഗസ്റ്റ് 9 കേന്ദ്ര സംഘത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ച ഒരു കണക്ക്, ആഗസ്റ്റ് 17 മെമ്മോറാണ്ടമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ സമർപ്പിച്ച ഒരു മെമ്മോറാണ്ടം, ആഗസ്റ്റ് 23 കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് കോടതിക്ക് മുമ്പാകെ വയ്ക്കുകയും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കോടതിയെ സഹായിക്കാൻ വെച്ച 2 അമിക്കസ് ക്യൂറികൾ ശരിയെന്ന് രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു മെമ്മോറാണ്ടം, അതിൽ നിന്ന് ലഭ്യമാകുന്ന കൊച്ചു വിവരങ്ങൾ മാത്രം എടുത്ത് തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിച്ച് കേരളം ഏതോ നഷ്ടത്തിന് കണക്കെഴുതിയെടുത്തു എന്ന് പറയപ്പെടും പ്രകാരം കേരളത്തിൽ അവതരിപ്പിച്ചപ്പോൾ ആ പ്രവർത്തനങ്ങളിൽ മനസ്സു നൊന്തും പ്രവർത്തിച്ചു നിന്ന 10,000-കണക്കിന് മനുഷ്യർ അക്ഷരാർത്ഥത്തിൽ പ്രയാസം അനുഭവിച്ചില്ലേ? എന്താണ് കൊടുത്ത കണക്ക്? കണക്കെഴുതിയെടുത്തു. എന്തൊരു എളുപ്പത്തിലാണങ്ങ് പറയുന്നത്. STRF പ്രകാരം, കേന്ദ്ര നിയമപ്രകാരം വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിൽ എഴുതി ലഭിക്കാവുന്ന സംഖ്യയുടെ കണക്ക് 218 കോടിയാണ്. കാസർഗോഡ് മുതൽ കേരളം 600 കിലോമീറ്ററിലധികം ദൂരത്ത് ഒരുമിച്ച് തകർന്നാൽ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ കിട്ടുക 5,000-നും 6,000-നും ഇടയിലുള്ള കോടിയാണ്. STRFിൻ്റെ കണക്കിന് നോംസ് ഉണ്ട്. വില്ലേജ് ഓഫീസർമാരും ഉത്തരവാദിത്തപ്പെട്ടവരും ഇരിക്കലെ ഞാൻ പറയട്ടെ, ഇപ്പം വർദ്ധിപ്പിച്ച STRF കണക്ക് പ്രകാരം ഒരു വീട് പൂർണ്ണമായി തകർന്നാൽ കിട്ടുന്ന സംഖ്യ എത്രയാണ്? 1,30,000. നേരത്തെ കുന്നിൻ ചെരുവിൽ 1,01,000-ഉം സമതലത്തിൽ 93,000-ഉമായിരുന്നു. ഇന്ന് 1,30,000. അതുകൊണ്ട് ഏതെങ്കിലും വീട് നാട്ടിലുണ്ടാക്കാമോ? അത് STRFിൻ്റെ മാനദണ്ഡമാണ്. STRFിൽ അതേ എഴുതിയെടുക്കാൻ പറ്റൂ. ഞാൻ വില്ലേജ് ഓഫീസർമാരോട് ചോദിക്കട്ടെ, ഒരു വാഴ തകർന്നു പോയാൽ, നശിച്ചു പോയാൽ, അത് ചങ്ങാലിക്കോടനാകട്ടെ, എത്ര കിട്ടും? 5 രൂപ 20 പൈസ. ബാക്കി മുഴുവൻ പൈസയും കേരളം അതിൻ്റെ CMDRFിൽ നിന്നിടണം. STRFിലെ പണം എഴുതിയെടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അതിന് കണക്ക് വേണം. CMDRFിലെ കണക്ക് പിന്നെ പണം എഴുതിയെടുക്കാൻ ആരോടെങ്കിലും അഭ്യർത്ഥിക്കണോ? വേണ്ട, കേരളത്തിലെ ഗവൺമെൻറ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത്? STRFിൻ്റെ മാനദണ്ഡങ്ങളിൽ പെടാത്ത വിധത്തിൽ എന്നാൽ നമുക്ക് ചെലവഴിക്കേണ്ടതായി വന്ന ആക്ച്വൽ സംഖ്യ, ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ ആളുകളോട് ചില മാധ്യമങ്ങൾ പറഞ്ഞത് ഇവരെഴുതിയിടിക്കുകയാണ്, ആക്ച്വൽ സംഖ്യയാണിതെന്ന് പറഞ്ഞിട്ട്. അത് 2012 മുതൽ കേരളം കൊടുത്ത മെമ്മോറാണ്ടം 2016 മുതൽ ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ വെബ്സൈറ്റിലുണ്ട്. വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകും. വിമാനത്തിന് പണം എഴുതിയെടുത്തു 17 കോടി. വിമാനത്തിന് ആരെഴുതിയെടുക്കും പണം? ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാർക്ക് എഴുതിയെടുക്കാൻ പറ്റുമോ? ഗവൺമെൻറ്റിന് എഴുതിയെടുക്കാൻ പറ്റുമോ? തഹസിൽദാർക്ക് എഴുതിയെടുക്കാൻ പറ്റുമോ? 2.8 പാരഗ്രാഫിൽ എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെ പണം എങ്ങനെ കൊടുക്കാം എന്ന് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്നു, ദ എമൗണ്ട് റീഇംബേഴ്സ്ഡ് ഫ്രം ആക്ച്വൽസ് and the estimated is to be. എന്താണ് അതിൻ്റെ മലയാളം എന്ന് ആർക്ക് നോക്കിയാലും അറിയാം. 17 കോടി രൂപ എസ്റ്റിമേറ്റഡ് എമൗണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. അതിൻ്റെ ആക്ച്വൽസ് ബില്ല് വരുന്ന നേരത്തെ എഴുതിയെടുക്കാൻ ഞങ്ങൾ അനുവദിക്കണം. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയുന്നത്. ഒറ്റ ഉദാഹരണം എടുത്താൽ മതി. 2018 അന്നത്തെ ഭീകരമായ ദുരന്തമുണ്ടാക്കിയപ്പോൾ സെർച്ച് ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൽ കേരളം ആവശ്യപ്പെട്ടത് 271 കോടി രൂപയാണ് ആക്ച്വൽസ്. അന്നും ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ആക്ച്വൽസ് ഒരു പുതിയ കണക്കല്ല. കേന്ദ്ര ഗവൺമെൻറ് അത് പരിശോധിച്ചിട്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞു, ശരി, ഞങ്ങളിത് അംഗീകരിക്കുന്നു, തൽക്കാലം 70 കോടി രൂപ പിടിക്കുക. 70 കോടി രൂപ പിടിച്ചിരുന്നു. 1 വർഷക്കാലം കഴിഞ്ഞ് IAF അതിൻ്റെ ബില്ല് തന്നു. ഇന്ത്യൻ എയർഫോഴ്സ് 102 കോടി രൂപ വിമാന സർവീസിന്. നമ്മുടെ കയ്യിൽ കേന്ദ്രം ആ എമൗണ്ടിൽ തന്നിട്ടുള്ളത് 70 കോടി രൂപയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കേന്ദ്രത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ആക്ച്വൽസ് സമ്മതിച്ചു, ഇതാ 102 കോടി രൂപയുടെ ബില്ല് തന്നിരിക്കുന്നു. കേന്ദ്രം പറഞ്ഞു ശരി, ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞു ശരി, 70 നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ബാക്കി 32 STRFിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. അതിനാണ് ആക്ച്വൽ കണക്ക് നമ്മൾ സമർപ്പിക്കുന്നത്.
ആഗസ്റ്റ് 9-ന് ദുരന്തമുണ്ടായി 9 ദിവസത്തിനകം കേരളത്തിന് കിട്ടാനുള്ള പണത്തിനെ കുറിച്ച് കേന്ദ്ര സംഘത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചൊരു കണക്ക്, 17-ാം തീയതി കുറച്ചുകൂടി ഫെറിഷിംഗ് ആയി കേരളത്തിന് നഷ്ടം എത്ര എന്ന് കരുതി നമ്മൾ കൊടുത്ത കണക്ക്, അത് ആഗസ്റ്റ് 23-ന് പ്രിൻസേട്ടാ ഫോണെന്ന് കൊടുത്ത് ആഗസ്റ്റ് 23-ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൊടുത്ത കണക്കെത്ര എന്ന് ചോദിച്ചപ്പോൾ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചൊരു കണക്ക് കാണിച്ചിട്ട് ഇത് കേരളം എഴുതിയെടുത്തൊരു കണക്കാണെന്ന് പറഞ്ഞാൽ കേരളത്തിനോടുള്ള അപമാനമല്ലേ അത്? ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാത്ത വിധം ഹൃദയം തട്ടി ഒരുമിച്ച് നിന്ന മലയാളക്കരയോട്, അതിലെ മനുഷ്യരോട് അവർക്ക് കിട്ടുന്ന പണമുണ്ടെങ്കിൽ ഈ പറയുന്ന പണം രൂപ സംഖ്യ എഴുതി ആരെങ്കിലും ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ടോ? അങ്ങനെ അനുവദിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് പറ്റുമോ? പറ്റിയാൽ തന്നെ ബില്ല് ഇല്ലാതെ എഴുതിയെടുക്കാൻ പറ്റുമോ? ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കാള വെച്ചു എന്ന് കേൾക്കുന്നതിന് മുമ്പ് കയറെടുക്കുകയും കയറെടുത്തതിന് ശേഷം എടുത്ത കയർ ഇതല്ലായിരുന്നു എന്ന് പറയുകയും ചെയ്തതുകൊണ്ട് 48 മണിക്കൂർ കേട്ട അപമാനത്തിന് ഏതെങ്കിലും കണക്ക് എവിടെ പോയി സമാപനം പറയും? ഞാൻ എൻ്റെ നാടാണെന്നുള്ളത് കൊണ്ട് 3-4 കണക്ക് ഞാൻ നിങ്ങളോട് പറയാം. ഇതിന് മുമ്പ് കൊടുത്തത് 2012-13 നമ്മളൊക്കെ ജീവിച്ചിരിക്കുകയായിരുന്നല്ലോ. ഫ്ലഡ് ആൻഡ് ലാൻഡ് സ്ലൈഡ് കേന്ദ്രത്തിന് നമ്മൾ ആക്ച്വൽസായി ക്ലെയിം ചെയ്യാൻ കൊടുത്തത് 1428 കോടി 75 ലക്ഷം, കിട്ടിയത് 15 കോടി 96 ലക്ഷം. കഠിനമായ വരൾച്ച 2012 തന്നെ നമ്മൾ കൊടുത്ത കണക്ക് 3464 കോടി, കിട്ടിയ കാശ് 18 കോടി 31 ലക്ഷം. നമ്മൾ വീണ്ടും ഒരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാക്കി അന്നത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 2012-13 ഒരു സ്പെഷ്യൽ പാക്കേജ്. ഈ 3464-ഉം 1428 കൊടുത്തത് പോരാതെ ഇപ്പം തയ്യാറാക്കിയതുപോലെ ഒരു സ്പെഷ്യൽ പാക്കേജ് കൊടുത്തത് 4429, കിട്ടിയത് 61 കോടി 74 ലക്ഷം. ഞാൻ കണക്കൊന്നും പറഞ്ഞു പോവുകയല്ല. ഇപ്പം ഈ തൃശ്ശൂരിലെ വെടിക്കെട്ടിന് നമ്മളെ പെസോ 100 മീറ്റർ ഇപ്പുറത്തേ നിർത്തൂ. കേന്ദ്ര ഗവൺമെൻറ് മാറ്റിയാൽ നമുക്കും കയറി കാണാം. പൂരത്തിൻ്റെ വെടിക്കെട്ട് ലോകത്ത് ആര് നടത്തിയാലും പെസോ അകലം മാറ്റാതെ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. 100 മീറ്റർ പറയാനുള്ള കാരണം എന്താ? പുറ്റിങ്ങൽ വെടിക്കെട്ട്, കൊല്ലത്തുണ്ടായ പുറ്റിങ്ങൽ വെടിക്കെട്ട്. ഞാൻ പൂരത്തെക്കുറിച്ച് പറയാനല്ല. പുറ്റിങ്ങൽ വെടിക്കെട്ട് 2016 കേരളം മരിച്ചവർക്ക് പണം കൂടി കൊടുക്കാൻ വേണ്ടി ഒരു മെമ്മോറാണ്ടം കൊടുത്തു. എത്രയാണ്? 48 കോടി 15 ലക്ഷം. കിട്ടിയതോ നല്ല നീട്ടത്തിലും വീതിയിലുമുള്ള ഒരു വട്ടപൂജ്യം, ഒരു പൈസയും തന്നില്ല. നമ്മളിങ്ങനെ കൊടുത്ത പണത്തിന് കേട്ടാൽ ആളുകൾ എഴുതിയെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് കേട്ടാൽ തോന്നും ഇതിപ്പോൾ കൊടുത്ത കണക്കാണ്, ഇതിനു മുമ്പ് കൊടുത്തതിൻ്റെ കാശ് ചില്ലറ പയ്യൊക്കെ തന്നിട്ട് ഇനി ഇത് മാത്രമേ ബാക്കിയുള്ളൂ. ഇതങ്ങ് ചോദിച്ചപ്പോൾ കൂടുതൽ കൊടുത്തു. ഒരു കൂടുതലും കൊടുത്തിട്ടില്ല. കേരളം പ്രതീക്ഷിക്കുന്ന കാശ് കൃത്യമായി അതിൽ എഴുതിയിട്ടുണ്ട്. ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ഈസ് ടു ബി. ഇപ്പോൾ ചെലവായതും ഇനി ചെലവഴിക്കാൻ പോകുന്നതുമായ പണത്തെക്കുറിച്ച് ഞങ്ങളുടെ ധാരണ ഇതാണ്. ആ ധാരണ കേന്ദ്ര ഗവൺമെൻറ്റിന് പരിശോധിക്കാം, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പരിശോധിച്ച് ആ പണം ആക്ച്വൽസ് എത്രയാണോ അത്ര തന്നാൽ മതി. നിറകൈകളോടെ തൊഴുത് 3.5 കോടി മലയാളിക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. തെറ്റായ കാര്യങ്ങൾ അനാവശ്യമായി ഇങ്ങനെ പ്രതികരിക്കാനും ഇങ്ങനെ പ്രഖ്യാപിക്കാനും തയ്യാറാകരുത്. അതിൻ്റെ അപകടങ്ങളിൽ വീഴാൻ ഇടവരരുത്. ഒരു വരി തിരുത്തി പറഞ്ഞാൽ 24 മണിക്കൂർ ഈ പറഞ്ഞ ചീത്തയൊക്കെ തിരിച്ചെടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ചൂരൽമല കേവലം ഗവൺമെൻറ്റിൻ്റെ പുനരുദ്ധാരണം മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനം മാത്രമല്ല, പക്ഷമുള്ളവരും പക്ഷമില്ലാത്തവരും ഒക്കെ ഉൾപ്പെടെയുള്ള കേരളത്തിലെ 3.5 കോടി ലോകത്തുള്ള മലയാളിയും മലയാളിയല്ലാത്ത മനുഷ്യനും ഒരുമിച്ച് ഹൃദയം കൊടുത്ത് തിരിച്ചെടുക്കാൻ പിടിക്കുകയാണ് നമ്മൾ ചൂരൽമലയെ.